ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 കളേഴ്സിൻ്റെ പേപ്പറും എടുത്തിട്ടുണ്ട്, സിസർ ആവശ്യമുണ്ട്, സ്കെയിൽ, പിന്നെ ഒരു സേഫ്റ്റി പിൻ ആവശ്യമുണ്ട്, പിന്നെ ബ്ലൂ കളർ സ്കെച്ചാണ് ആവശ്യമുള്ളത്, പിന്നെ ആവശ്യമുള്ളത് ഒരു ഫെവിക്കോളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഡ്ജ് പെട്ടെന്ന് തയ്യാറാക്കിയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 3 കളറിലുള്ള പേപ്പേഴ്സാണ്. ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലാണ്. കളർ പേപ്പർ ഇല്ലയെന്ന് വെച്ചാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് കളർ ചെയ്തതിന് ശേഷം ആ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ബാഡ്ജ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഒരു 5 സെൻറ്റിമീറ്റർ ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ സ്കെയിൽ ആൻഡ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു വര ഡ്രോ ചെയ്ത് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 3 പീസ് ഞാൻ ഇതേപോലെ 3 കളറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈക്വൽ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പോവാണ്. ഓരോ കളറും 2 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ പേപ്പർ ഫാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 6 പീസ് കിട്ടും. അതിൽ നിന്ന് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഒരു ഷീറ്റ് മാത്രം നമുക്ക് മാറ്റാം. ടോട്ടൽ 4 പീസസ് ഉണ്ട്. ആ 4 പീസസ് നിന്ന് നമുക്ക് എങ്ങനെ ഫാൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സെൻറ്റർ ആയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്ത് എത്രത്തോളം ചെറിയ വലിപ്പത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈക്വൽ പീസസ് ആയിട്ടായിരിക്കും കിട്ടുക. ഫോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതായിരിക്കും പേപ്പർ ഫാൻ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. ഈക്വൽ അളവിലായിരിക്കും. അതല്ല നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓരോ പേപ്പേഴ്സും ഓരോ അളവിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ പീസും ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും, അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ 4 പീസും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈക്വൽ പീസസ് ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ കാണാൻ അത്രയ്ക്ക് ഭംഗി വരില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഷേപ്പിലേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 1 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സിസർ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റർ പോയിന്റിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈക്വൽ പോർഷൻ ആയിട്ട് വേണം ഡിവൈഡ് ചെയ്തെടുക്കാൻ. ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഞാനിപ്പോൾ ഗ്രീനിൽ ചെയ്തു, ഇതേപോലെ തന്നെ വൈറ്റിലും ഓറഞ്ചിലും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മളിതെല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ ഗ്രീൻ ഒട്ടിച്ചു, അതിന് ശേഷം നമ്മുടെ അതിലേക്ക് വൈറ്റ് ആണ് സ്റ്റിക്ക് ചെയ്തത്. പിന്നെ എഗെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇനി വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ ടോട്ടലി 2 വൈറ്റ് പീസസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. കളർ പേപ്പേഴ്സ് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. യാതൊരു കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം നമ്മൾ 2 ഭാഗങ്ങളും ഫ്രീ ആയിട്ടുള്ള 2 ഭാഗങ്ങളും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് നിൽക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വിട്ടു വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അത് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. കഴിഞ്ഞില്ല, ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായില്ലേ. ഇനി നമ്മളൊരു 1 റുപ്പി കോയിൻ വെച്ചിട്ടൊരു മാജിക് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 റുപ്പി കോയിൻ അല്ലെങ്കിൽ ഒരു സർക്കിൾ പീസ് വൈറ്റ് കളർ പേപ്പറിൽ വരച്ചെടുത്താൽ മതി. 2 പീസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മൾ ബ്ലൂ കളർ സ്കെച്ച് നേരത്തെ പറഞ്ഞിരുന്നു, അതുപയോഗിച്ച് അശോക ചക്രം വരച്ചെടുക്കാൻ പോകണം. അപ്പോൾ അതിനൊരു ഔട്ട്ലൈൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷം ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അശോക ചക്രത്തിൻ്റെ ആ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് കുഞ്ഞു കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഔട്ട്ലൈൻ ഒന്ന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ബോർഡേഴ്സൊക്കെ ഒന്ന് നന്നായി കൊടുത്തു വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ നേരത്തെ ചെയ്തു വെച്ചിരുന്ന
ആ പേപ്പർ ഫാനിലേക്ക് യോജിപ്പിക്കാം. അപ്പം നേരത്തെ സർക്കിളായിട്ടായിരിക്കും നിൽക്കുക, അൺഈവൻ ആയിട്ടായിരിക്കും നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമുക്കത് ഷേപ്പ് ആക്കാൻ പറ്റും. കറക്റ്റ് സർക്കിൾ ഷേപ്പ് ആക്കി അതിന് ശേഷം നമുക്ക് ഈ അശോക ചക്രം സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. 2 സെക്കൻഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ അത് പേർന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ദാ ഇത് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഇനി നമ്മൾ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ആ സർക്കിൾ കൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാഡ്ജ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും റെഡി ആയിട്ടില്ല അല്ലേ. ഇനി എങ്ങനെയാണ് താഴെ ഒരു ഫെദർ പോലുള്ള കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബാക്കി പേപ്പറുകളിൽ ഒരു 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 3 കളറിൻ്റെയും 1 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ അതിൻ്റെയും ഹാഫ് പീസസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് വേണമെങ്കിൽ മെഷർ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ലെങ്ത്തുള്ള ഇതാണ് വേണ്ടതെങ്കിൽ നമുക്ക് ലെങ്ത്ത് ഉള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഹാഫ് സെൻറ്റിമീറ്റേഴ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഹാഫായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം എല്ലാത്തിൽ നിന്നും ഓരോ കളേഴ്സ് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം 3 കട്ടിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. 1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണമായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ വയ്ക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 തവണയെ കട്ട് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് 3 ലൈൻസ് കിട്ടും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ബാഡ്ജ് തയ്യാറാക്കി വെച്ചതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ചെയ്യാതെ സാധാരണ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കട്ട് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെയാണ് ഉണ്ടാവുക. അല്ല, നിങ്ങൾക്ക് ഒരു കളർ തന്നെ കൊടുത്താൽ മതി എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓറഞ്ച് കളർ ആയിരിക്കും നമ്മുടെ മേൽഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ താഴെയുള്ള ഈ സാധനം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ടോ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത്. അത് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബാഡ്ജായി മാറിയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, സേഫ്റ്റി പിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സേഫ്റ്റി പിൻ കണക്ട് ചെയ്താലും കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി. കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എടുത്ത അതേ സർക്കിളിൻ്റെ പീസ് തന്നെ എടുത്തിട്ട് നമ്മളത് സേഫ്റ്റി പിന്നിൻ്റെ മേലെ തന്നെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് സ്റ്റിക്കായിക്കോളും. ഇനി യാതൊരു കുഴപ്പവും വരില്ല. ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ബാഡ്ജ് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒരു 2 സെക്കൻഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബാഡ്ജാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്